നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ജാഥയ്ക്ക് കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണം. സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ ഒരുക്കങ്ങളാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 13 ദിവസങ്ങൾ മാത്രം. മുന്നണികളുടെ കൺവെൻഷനുകൾ സജീവം. പ്രചാരണത്തിന് സംസ്ഥാന ദേശീയ നേതാക്കളെത്തുന്നു. വ്യാജ രശീതി തയ്യാറാക്കി നികുതി തട്ടിപ്പ് നടത്തിയ ജനസേവന കേന്ദ്രം ഉടമയ്ക്കെതിരെ കേസെടുത്ത് കുന്നംകുളം പോലീസ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ കേച്ചേരിയിലെ സ്മാർട്ട് ക്യൂ ജനസേവന കേന്ദ്രം ഉടമ ബിബിൻ സാവിക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. വിശദമായ വാർത്തയിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ജാഥയ്ക്ക് കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണം. മാർച്ച് 28, 29, 30 തീയതികളിലായി മലപ്പുറം തിരൂരിലാണ് COA 15ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. മാർച്ച് 28 മലപ്പുറം തിരൂരിൽ വെച്ച് സംസ്ഥാനത്തെ മുഴുവൻ ഓപ്പറേറ്റർമാരെയും സംഘടിപ്പിച്ച് സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നു. വിവിധ രാവിലെ ചേർപ്പിൽ നിന്നും ആരംഭിച്ച പതാക ജാഥയ്ക്ക് തൃശൂർ പട്ടാളം റോഡിലും വടക്കാഞ്ചേരിയിലും സ്വീകരണം നൽകിയിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കുന്നംകുളത്ത് പതാക ജാഥ എത്തിയത്. കുന്നംകുളം, ഗുരുവായൂർ, കേച്ചേരി മേഖലകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വരവേൽപ്പൊരുക്കിയത്. നഗരമധ്യത്തിൽ നടന്ന ചടങ്ങിൽ COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM നാസർ അധ്യക്ഷനായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KV രാജൻ, PP സുരേഷ് കുമാർ, PS രജനീഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, CG ജോസ്, കുന്നംകുളം മേഖലാ പ്രസിഡന്റ് റഫീഖ് കൈനിക്കുന്നത്ത്, സെക്രട്ടറി K മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിലിന്, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, COA ഭാരവാഹികളായ ഗിരീഷ് പട്ടാമ്പി, KC ജെയിംസ്, അജോ തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. COA സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പതാക ജാഥയെ കുന്നംകുളത്തേക്ക് ആനയിച്ചത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനം മാർച്ച് 26 മുതൽ 30 വരെ തിരൂരിലാണ് നടക്കുന്നത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ നിന്നും പുറപ്പെട്ട പതാക ജാഥയ്ക്ക് മലപ്പുറം ജില്ലാ അതിർത്തിയായ ചങ്ങരംകുളം കേരള വിഷൻ ഓഫീസ് പരിസരത്ത് സ്വീകരണം നൽകി. പൊന്നാനി മേഖലാ സെക്രട്ടറി ഫസലുർ റഹ്മാൻ ജാഥ ക്യാപ്റ്റനെ ഹാരാർപ്പണം ചെയ്ത് ആദരിച്ചു. TFSL പ്രതിനിധി മൂസ മാറഞ്ചേരി, ചങ്ങരംകുളം കേരള വിഷൻ പ്രതിനിധികളായ വേലായുധൻ, രമേശ് എന്നിവർ ജാഥ ക്യാപ്റ്റനെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര, പൊന്നാനി മേഖലാ പ്രസിഡന്റ് സുരേഷ് MK എന്നിവർ സംസാരിച്ചു. സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റനും സംസ്ഥാന സെക്രട്ടറിയുമായ നിസാർ കോയപ്പറമ്പിൽ നന്ദി രേഖപ്പെടുത്തി. പ്രദേശത്തെ മുഴുവൻ കേബിൾ TV ഓപ്പറേറ്റർമാരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രചരണം ആവേശച്ചൂടിൽ. കൊടകര മണ്ഡലത്തിൽ പ്രൊഫസർ C രവീന്ദ്രനാഥിലൂടെ സാധ്യമാക്കിയ സമ്പൂർണ്ണ വികസന പദ്ധതികൾ നവ മണലൂരിലൂടെ മണലൂർ നിയോജക മണ്ഡലത്തിലും സാധ്യമാക്കുമെന്ന് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുല്ലശ്ശേരിയിൽ സംഘടിപ്പിച്ച ജനകീയ വികസന സംഗമത്തിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. ദാരിദ്ര്യമില്ലാതെയാക്കി ഓരോ വീട്ടുകാരുടെയും വരുമാനം വർദ്ധിപ്പിച്ച നവമണലൂർ സാധ്യമാക്കുകയാണ് ലക്ഷ്യം. കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം നൽകി അവരാഗ്രഹിക്കുന്ന തൊഴിൽ നേടാൻ അവരെ പ്രാപ്തരാക്കുന്ന MLAയായി മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനെ മാറ്റണമെന്നും അദ്ദേഹത്തിന്റെ വിജയത്തിലൂടെ നവമണലൂർ യാഥാർത്ഥ്യമാക്കണമെന്നും തോമസ് ഐസക് അഭ്യർത്ഥിച്ചു. മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിൽ വികസനം സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ഐസക് കൂട്ടിച്ചേർത്തു.
വിഷയാവതരണത്തിന് ശേഷം സദസ്സിലുള്ളവരുമായി വിവിധ വിഷയങ്ങളിൽ സംവദിച്ചതിനു ശേഷമാണ് മുൻ മന്ത്രി വേദി വിട്ടത്. കവി സി രാവുണ്ണി അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി എം.എൽ.എ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി.എൽ. ജോഷി, കാവുമ്പായി ബാലകൃഷ്ണൻ, സിപിഐഎം മണലൂർ ഏരിയ സെക്രട്ടറി പി.എ. രമേശൻ, സിപിഐ മണലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി.ആർ. മനോജ്, വി.എൻ. സുർജിത്ത്, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. 10 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കുന്നംകുളത്ത് LDFന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് AC മൊയ്തീൻ MLA മീറ്റ് ദി കാൻഡിഡേറ്റ് ചർച്ചയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറഞ്ഞ വാക്ക് പാലിക്കാനാണ് LDF കഴിഞ്ഞ 10 വർഷവും ശ്രമിച്ചത്. നാടിന്റെ സമസ്ത മേഖലയിലും പുരോഗതിയുണ്ടായ വർഷങ്ങളാണ് കടന്നുപോയത്. നാടിന് ഗുണപ്രദമാകാൻ സാധിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കി. അപൂർവം ചില നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് ഉദ്ഘാടനം നടത്താനാകാതെ പോയത്. ജനം എല്ലാം കണ്ടും അനുഭവിച്ചും അറിഞ്ഞതാണ് MLA പറഞ്ഞു. എന്നെക്കൊണ്ട് ഞാൻ പരിമിതികളുള്ള ഒരാളാണ്. എൻ്റെ പരിമിതികളുടെ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ജനങ്ങളാണ്. അത് വോട്ടിലൂടെ അല്ലാത്ത കാര്യങ്ങളിലൂടെ ഒക്കെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങൾ അതിൽ തൃപ്തരാണ് എന്നുള്ളതാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ വീണ്ടും ഈ മണ്ഡലം വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു ഊർജ്ജമായി ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തന്നെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. വിലയിരുത്തേണ്ടത് ഞാൻ വ്യക്തിപരമായി MLA എന്നുള്ള നിലയ്ക്ക് മാത്രം വിലയിരുത്തും, വോട്ടർ എന്നുള്ള നിലയ്ക്കും വിലയിരുത്തുന്നതല്ല. അത് ജനങ്ങളാകെ വിലയിരുത്തേണ്ട റിസൾട്ടാണല്ലോ മെയ് മാസം 4-ാം തീയതി വരിക. നോമിനേഷൻ വിവാദം മനഃപൂർവ്വമുള്ള UDF സൃഷ്ടിയാണ്. അതിന്റെ നിയമ പോരാട്ടങ്ങളെ ആശങ്കപ്പെടുന്നില്ല. ഡീൽ വിവാദത്തിന് അമിത പ്രാധാന്യം നൽകുന്നില്ല. വികസന നേട്ടങ്ങളും കേന്ദ്രത്തിന്റെ അവഗണനയുമാണ് പ്രചരണത്തിന്റെ മുഖ്യ വിഷയങ്ങൾ. പറയുന്നവരുടെ രാഷ്ട്രീയ നീക്കുപോക്കുകൾ ജനത്തിന് നന്നായി അറിയുന്നതാണ് AC മൊയ്തീൻ പറഞ്ഞു. മൊയ്തീൻ എന്ന പേരുള്ള മലപ്പുറത്തുകാരനായ ഒരാളുടെ നോമിനേഷനോട് എന്താണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ള താല്പര്യം? അതവർ വ്യക്തമാക്കണ്ടേ? അവരുടെ ആളാണോ? രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കി 4 വോട്ട് ഒന്ന് ഭിന്നിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന ഒരാളെ നിർത്തിയത് കോൺഗ്രസ് തന്നെയാണ്. ഞങ്ങൾ അതിൻ്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു. കുന്നംകുളത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ്, കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിൽ ഒരു നിയമ പോരാട്ടത്തിനെയും ഞങ്ങൾ ഭയക്കുന്നില്ല. RMPയുടെ UDF പിന്തുണയിൽ അസ്വാഭാവികതയില്ലെന്നും തുറക്കുളം മാർക്കറ്റിന്റെ വികസനത്തിന് തടസ്സമായത് കോടതി വ്യവഹാരങ്ങളാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. എരുമപ്പെട്ടിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ തുടങ്ങണമെന്ന് തന്നെയാണ് നിലപാട്. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമാണ് LDF എന്നും കുന്നംകുളത്തുൾപ്പെടെ എവിടെ പോലീസ് മർദ്ദനം നടന്നാലും ഒരു തരത്തിലും പിന്തുണയ്ക്കില്ലെന്നും AC മൊയ്തീൻ കൂട്ടിച്ചേർത്തു. ഡീലിൻ്റെ കാര്യത്തിൽ അതൊരു പ്രധാന വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളതിലൊന്നും കുടുങ്ങിയിട്ടില്ല. ഞങ്ങൾ ഈ വികസന നേട്ടങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ദ്രോഹങ്ങളും ഇപ്പോഴുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഞങ്ങളുടെ സ്ക്വാഡുകളും ഞങ്ങളുടെ പൊതുയോഗങ്ങളും ഞങ്ങളുടെ കുടുംബയോഗങ്ങളും ഞങ്ങൾ ഇത് തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. നേതാക്കളായ M. ബാലാജി, MN സത്യൻ, K. കൊച്ചനിയൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, EA ദിനമണി, PS രാജൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥി അജയ് മോഹനു വേണ്ടി മകൾ സുഭദ്ര പ്രചരണ രംഗത്ത്. അച്ഛന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തിരക്കെല്ലാം മാറ്റിവെച്ച് മകൾ സുഭദ്ര കുന്നംകുളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരണത്തിനിറങ്ങി. പഴഞ്ഞി അയനൂർ പ്രദേശത്ത് നിന്നാണ് വൈകിട്ട് പ്രചാരണത്തിന് തുടക്കമിട്ടത്. മണ്ഡലത്തിലുള്ള 1,95,000 മുകളിലുള്ള വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ സമയക്കുറവുള്ളതിനാൽ മകൾ അച്ഛനുവേണ്ടി വോട്ട് തേടുന്നത് ഏറെ കൗതുകത്തോടെയാണ് വോട്ടർമാർ നോക്കിക്കണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറി കൂടിയായ K. ജയശങ്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ ഗോപി, CMP നേതാവ് ഫൈസൽ അയനൂർ, VK മുഹമ്മദ്, M. ഉദയശങ്കർ, EA മുസ്തഫ, സുബ്രു അയനൂർ, സിബി പഴഞ്ഞി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. NDA വിജയിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ഗുരുവായൂരിനെ വാരണാസി പോലെയാക്കുന്ന വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ വിരോധികളായ ഇടതുവലതു കംസന്മാരെ തോൽപ്പിച്ച NDA സ്ഥാനാർത്ഥി വിജയിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഗുരുവായൂരിന് എന്തെല്ലാം വേണമെന്ന് കേന്ദ്ര സർക്കാർ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല. 2014 ശേഷം പുതിയൊരു പദ്ധതി പോലും ആവശ്യപ്പെടാൻ നഗരസഭയോ ദേവസ്വമോ തയ്യാറായില്ല. 1980 മുതൽ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ വിരോധികളായ ബാഹ്യശക്തികളാണ് അജണ്ട നിശ്ചയിക്കുന്നത്. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് നിരോധിത മേഖലയായ ഗുരുവായൂർ ക്ഷേത്രനടയിലും പരിസരത്തും പോസ്റ്റർ, വീഡിയോ പ്രചരണം നടത്തിയ LDF സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു.
മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും 10 രൂപയ്ക്ക് 3 നേരവും ഭക്ഷണം നൽകുന്ന നമോ കഫേകൾ ആരംഭിക്കുന്നതടക്കം ഗുരുവായൂരിന്റെ വികസന രേഖയുടെ പ്രകാശനം ബി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. NDA നിയോജകമണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി, നിയോജകമണ്ഡലം ഇൻചാർജ് അനീഷ് ഇയാൽ, BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, KR ബൈജു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രചരണം നടത്തിയിട്ടുണ്ട്, വീഡിയോ പ്രചരണം നടത്തിയിട്ടുണ്ട്. എന്താണോ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം, ആ ആരോപണങ്ങളെല്ലാം ഒരു പരിധി വരെ ഇടതുപക്ഷ MLA ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ MLAക്കെതിരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി സമർപ്പിക്കും. ലീഗിനെ തടയാൻ CPM-ന് കഴിയില്ല. ലീഗും CPM-ഉം സയാമിസ് ഇരട്ടകളാണ്. രണ്ടും ഒരു ബീജത്തിന്റെ സന്തതികളാണ്. രണ്ടിന്റെയും DNA ഒന്നാണ്. MLA ആയി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അഥവാ NDA സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഗുരുവായൂർ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, വികസന കാര്യത്തിൽ നരേന്ദ്രമോദി നേരിട്ട് ഈ ഗുരുവായൂരിൽ വന്ന് ഇവിടുത്തെ വികസനത്തിന്റെ മാർഗരേഖകൾ ആരാഞ്ഞ് അത് വാരണാസി പോലെ ഗുരുവായൂരിനെ ആക്കും. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ എറണാകുളം ബസാറിൽ പര്യടനം നടത്തി. കുന്നംകുളത്ത് നിന്നും ഉപജീവനത്തിനായി എറണാകുളത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരികളെയും തൊഴിലാളികളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. മണ്ഡലത്തിലെ കടവല്ലൂർ, കാട്ടകാമ്പാൽ, പോർക്കുളം, കടങ്ങോട്, ചൊവ്വന്നൂർ പഞ്ചായത്തുകളിലും കുന്നംകുളം നഗരസഭാ പരിധിയിലെ പ്രദേശങ്ങളിൽ വ്യാപാര രംഗവുമായി ബന്ധമുള്ളവരുമായി ആശയവിനിമയം നടത്തി. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, എറണാകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനോദ് മാത്യു, വ്യാപാരി വ്യവസായ സമിതി എറണാകുളം ജില്ലാ സെക്രട്ടറി അബ്ദുൽ വാഹിദ്, KDFE പ്രസിഡന്റ് രാജേഷ് രാഘവൻ, സെക്രട്ടറി ജയ്മോൻ, ട്രഷറർ റോയ്മോൻ, മൊബൈൽ സമിതി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി എന്ന ആവശ്യം അനന്തമായി നീണ്ടുപോകുകയില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ വെള്ളറക്കാട് വെച്ച് നടത്തിയ കുന്നംകുളം നിയോജക മണ്ഡലം വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സദസ്സിലെ വനിതകളുമായി നടത്തിയ സംവാദത്തിൽ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രിയെ തരുമോ എന്ന് പഴവൂർ സ്വദേശി താഹിറ സിദ്ദിഖിന്റെ ചോദ്യത്തിനാണ് വനിതാ മുഖ്യമന്ത്രി എന്ന ആവശ്യം നടപ്പിലാക്കുന്ന കാലം വിദൂരമല്ല എന്ന് തോമസ് ഐസക് മറുപടി പറഞ്ഞത്. നമുക്ക് വനിതാ മുഖ്യമന്ത്രിമാരും കൂടുതൽ വനിതാ MLAമാരും ഒക്കെ ഉണ്ടാവണം. ഇപ്പൊ സ്വാഗതം പറഞ്ഞത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മുൻ ചെയർപേഴ്സൺ ആയിരുന്നു. സ്വാമി ഇപ്പോഴത്തെ പേഴ്സൺ ഉണ്ട്. ഇതുപോലെ നിയമസഭകളിലും എല്ലാം സംവരണം വരണം. ഒരു മണ്ഡലത്തിലെയും മത്സരത്തില് ജയസാധ്യത വെച്ച് വരുമ്പോൾ പുരുഷന്മാരെ കയറി വരാം. അതുകൊണ്ടാണ് സംവരണം വേണമെന്ന് പറയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാസ്സാക്കിയതാ. അധികം താമസിയാതെ നടപ്പാക്കും എന്നൊക്കെ പറയുന്നതല്ല, നടപ്പാക്കുന്നില്ല. ഇത് അനന്തമായിട്ടൊന്നും മാറ്റിപ്പോകാൻ പറ്റില്ല. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവും, യാതൊരു സംശയവും ആ കാര്യത്തിലുണ്ട്. 1/3 സ്ത്രീ സംവരണം എന്നത് LDFന്റെ ആവശ്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ കേരളത്തിലും സ്ത്രീകളുടെ സ്ഥാനം പുറകിലാണ്. സ്ത്രീകളെ ഉന്നതിയിലെത്തിക്കുക എന്നതാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്നത് സ്വന്തം വീടുകളിൽ നിന്നാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുവാനാവശ്യമായ പദ്ധതികൾ ഇടതുപക്ഷം നടപ്പിലാക്കും. എല്ലാ പഞ്ചായത്തുകളിലും ഷെൽട്ടറുകളും നിയമസഹായ സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് പഠനം നടത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള പ്രതിവിധികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ളത്, പോലീസ് കൊടുക്കല്, കൗൺസിലിംഗ്, ഇതെല്ലാം ചെയ്യും.
സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കും. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രകടന പത്രികയില് ആർത്തവ അവധി ഉണ്ടാവും. സ്വകാര്യ മേഖലയിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, സുപ്രീം കോടതി വിധിയുള്ളത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ വനിതാ പാർലമെന്റിൽ പങ്കെടുത്തു. NCP മഹിളാ കമ്മിറ്റി സംസ്ഥാന നേതാവ് പത്മിനി ടീച്ചർ അധ്യക്ഷയായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M ബാലാജി, TK വാസു, LDF മണ്ഡലം സെക്രട്ടറി MN സത്യൻ, KD ബാഹുലയൻ മാസ്റ്റർ, കൊച്ചനിയൻ, സൗമ്യ അനിൽ, സീതാ രവീന്ദ്രൻ, മീന സാജൻ, ബിന്ദു ധർമ്മൻ, ബിന്ദു ഗിരീഷ്, അനില ജോസഫ്, പ്രീതി സുരേഷ്, പത്മ വേണുഗോപാൽ, KR സിമി, കർമ്മല ജോൺസൺ, പുഷ്പ ജോൺ, KM നൌഷാദ്, PS പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. PR വർക്കിലൂടെ ഇല്ലാത്ത നേട്ടങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് കോടികൾ ധൂർത്തടിച്ച് ഖജനാവ് കാലിയാക്കിയ ഇടതുമുന്നണിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പറഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിലെ തീവ്രവാദികളുടെ രീതിയിലാണ് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നത്. എന്ത് വില കൊടുത്തും UDFനെ തോൽപ്പിക്കുക എന്ന കൂട്ടായ ലക്ഷ്യത്തോടെ പരസ്പര സഹകരണത്തോടെയാണ് LDFും BJPയും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CS സൂരജ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CA ഗോപപ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥി CH റഷീദ്, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്ത്, UDF നേതാക്കളായ ജലീൽ വലിയകത്ത്, RP ബഷീർ, അരവിന്ദൻ പല്ലത്ത്, ഗോകുൽ ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ 30ഓളം പേർ CPMും കോൺഗ്രസും വിട്ട് BDJSൽ ചേർന്നു. ഇവരെ അംഗത്വ വിതരണം നടത്തി സ്വീകരിച്ചു. സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കാലങ്ങളായി താമസിക്കുന്ന സ്ഥലത്തിന് ഇതുവരെ പട്ടയം നൽകുന്നതിനോ CPMോ കോൺഗ്രസോ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് ജനപക്ഷത്തിനായി പ്രവർത്തനം നടത്തുന്ന BDJSൽ ചേരുന്നതിന് കാരണമായതെന്ന് ഇവർ പറയുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് പെരുമ്പിലാവ് KR ഇൻ ഹാളിൽ നടന്ന സ്വീകരണ യോഗം BDJS കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി KR റജിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പുതുതായി പാർട്ടിയിലേക്ക് കടന്നുവന്ന 30ഓളം പേർക്ക് അംഗത്വ വിതരണം നടത്തി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ, സെക്രട്ടറി ദിനേശ് പെരുമ്പിലാവ്, ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. വിജയപരാജയങ്ങൾക്കപ്പുറം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി BDJS എന്നും മുൻനിരയിൽ തന്നെയുണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി KR റജിൽ പുതുതായി അംഗത്വം സ്വീകരിച്ചവർക്ക് ഉറപ്പു നൽകി. മണലൂർ നിയോജക മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ കേച്ചേരി മേഖലയിൽ പ്രചരണം നടത്തി. പെരുമൺ കാർത്തിയേനി ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം കേച്ചേരിയിലെ വ്യാപാരികളെയും ഓട്ടോ തൊഴിലാളികളെയും വ്യത്യസ്ത തൊഴിൽ മേഖലയിലെയും വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തി. BJP പാവർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് കോലാരി, മോഹിനി ടീച്ചർ, BDJS മണ്ഡലം പ്രസിഡന്റ് PS സുധീർ, ജില്ലാ കമ്മിറ്റി അംഗം പ്രേംജി പോൾ, കേച്ചേരി മേഖലാ പ്രസിഡന്റ് മുരളീദാസ്, ഗോവിന്ദൻകുട്ടി എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ചൂണ്ടൽ പഞ്ചായത്തിൽ പര്യടനം നടത്തി. ചൂണ്ടൽ സെന്ററിൽ നിന്നാരംഭിച്ച പര്യടനം AICC സെക്രട്ടറി അശോക് ധൻവർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ 10 വർഷം പിറകോട്ടടിക്കുകയാണ് ഇടത് സർക്കാർ ചെയ്തത്. PR വർക്കിന് ലക്ഷങ്ങൾ പൊടിക്കുമ്പോൾ ഇവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ ജനം കാത്തിരിക്കുകയാണ്. മണലൂരിന് പ്രതാപനല്ലാതെ മറ്റൊരു പേരില്ലെന്ന് ഇവിടെയുള്ള ജനത്തിൻ്റെ ആവേശം കണ്ടാൽ മനസ്സിലാകും. ഒരു ജനപ്രതിനിധി എങ്ങനെയാകണമെന്ന് തെളിയിച്ച പ്രതാപനെ ഇത്തവണ മണലൂരും തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. In the campaign of UDF Congress Party to ensure that in the days to come our brother who is having vast experience starting his career from student days from Panchayat, he became MLA with your all blessings, he became MP, and again party has given him this responsibility, entrusting him to contest this seat Manalur and ensure that party wins this seat with a very big margin. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആൻഡോ പോൾ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറിമാരായ PK രാജൻ, ജിയോ ഫോക്സ്, K ദിലീപ് കുമാർ, CM നൌഷാദ്, പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി യൂസഫ് മാസ്റ്റർ,
ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ സെക്രട്ടറി CT പോൾ, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ സ്വീകരണത്തിനു ശേഷം സ്ഥാനാർത്ഥി പര്യടനം കേച്ചേരിയിൽ സമാപിച്ചു. കടവല്ലൂർ മണ്ഡലം UDF കൺവെൻഷൻ മലപ്പുറം UDF കൺവീനർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. കൊരട്ടിക്കര കിൻസ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ മണ്ഡലം UDF ചെയർമാൻ PK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. രാസലഹരിയുടെ വിപണന കേന്ദ്രമായി മാറിയ കേരളത്തിൽ നിന്നും അതിശക്തമായ നടപടിയിലൂടെ ലഹരി വിമുക്തമാക്കാനും ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനുമുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും UDF പ്രതിജ്ഞാബദ്ധമാണെന്ന് അഷ്റഫ് കോക്കൂർ പറഞ്ഞു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറിമാരായ K ജയശങ്കർ, KC ബാബു, ബിജോയ് ബാബു, സിദ്ദിഖ് പന്താവൂർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ഗഫൂർ പള്ളിക്കുളം, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നാസർ കടവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. UDF പുന്നയൂർക്കുളം പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആൽത്തറ സീലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ AM അലാവുദ്ദീൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി CH റഷീദ് കൺവെൻഷനെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ്, DCC അംഗം P ഗോപാലൻ, മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷിബു, പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ, മറ്റു നേതാക്കളായ KV ഷാനവാസ്, ഉമ്മർ മുക്കണ്ടത്ത്, RP ബഷീർ, കുന്നംകാടൻ അബൂബക്കർ, അഡ്വക്കേറ്റ് ഷംസീറ, സുബൈദ പാലക്കൽ, KP ധർമ്മൻ, KH ആബിദ്, അഷ്കർ അർക്കൽ എന്നിവർ സംസാരിച്ചു. AK മൊയ്തുണ്ണി സ്വാഗതവും P രാജൻ നന്ദിയും പറഞ്ഞു. PP ബാബു ചെയർമാനും AK മൊയ്തുണ്ണി കൺവീനറായും V മായൻകുട്ടി ട്രഷററുമായി 101 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. വ്യാജ രശീതി തയ്യാറാക്കി നികുതി തട്ടിപ്പ് നടത്തിയ ജനസേവന കേന്ദ്രം ഉടമയ്ക്കെതിരെ കേസെടുത്ത് കുന്നംകുളം പോലീസ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ കേച്ചേരിയിലെ സ്മാർട്ട് ക്യൂ ജനസേവന കേന്ദ്രം ഉടമ ബിബിൻ സാവിക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. ചൂണ്ടൽ പഞ്ചായത്തിൽ കെട്ടിട നികുതി അടയ്ക്കാനായി നൽകിയ തുക തിരിമറി നടത്തിയ സംഭവത്തിലാണ് ബിബിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്യൂ ജനസേവന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനാണ് ബിബിൻ സാവി. VM മുഹമ്മദ് തന്റെ ഉടമസ്ഥതയിലുള്ള 9ഓളം കടമുറികളുടെ 2025-26 കാലയളവിലെ വസ്തുനികുതി അടയ്ക്കുന്നതിന് 5140 രൂപ ബിബിൻ സാവിയെ ഏൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 27-ന് തുക കൈപ്പറ്റിയ പ്രതി ഓൺലൈൻ വഴി പണം അടയ്ക്കാതെ തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് പരാതി. പഞ്ചായത്തിൽ പണം അടയ്ക്കാതെ വ്യാജ രസീതുകൾ നിർമ്മിച്ചു നൽകി ഉടമയെയും അധികൃതരെയും വഞ്ചിച്ച കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ അന്യായമായ ലാഭമുണ്ടാക്കാനും പരാതിക്കാരന് നഷ്ടമുണ്ടാക്കാനും ബോധപൂർവമായ ശ്രമം നടന്നതായി FIR-ൽ വ്യക്തമാക്കുന്നു. സബ് ഇൻസ്പെക്ടർ TK പോളിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആദൂർ മഹാത്മാ സ്കൂൾ വാർഷികത്തിന് നാട്ടുകാരുടെ നാടകമൊരുങ്ങുന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന നാടകത്തിൽ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങളാണ് തുറന്നു കാട്ടുന്നത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് നാടകത്തിൽ വേഷമിടുന്നത്. ഷോർട്ട് ഫിലിം സംവിധായകനും അഭിനേതാവുമായ സിദ്ദിഖ് ആദൂരാണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലളിത ഗോപി, വാർഡ് മെമ്പർ ബാഹ്യാദ്രി, ഷോർട്ട് ഫിലിം അഭിനേതാക്കളായ ഭാസ്കരൻ തോന്നല്ലൂർ, അലിമോൻ ആദൂർ, അൻവർ എരുമപ്പെട്ടി എന്നിവരും ഷാജിമോൻ, നസീർ, സിറാജ്, സെലിൻ എന്നിവരുമാണ് അഭിനേതാക്കൾ. മാർച്ച് 29-ന് വൈകിട്ട് നടക്കുന്ന വാർഷികാഘോഷ സമാപന സമ്മേളനത്തിൽ നാടകം അരങ്ങേറും. പ്രധാന വാർത്ത, ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയെ ഒരു സംഘം ആളുകൾ കരിങ്കൊടി കാണിച്ചു. അല്ല മാഷെ, സാധാരണ കരിങ്കൊടി മരിച്ച വീട്ടിലല്ലേ കെട്ടണത്? മരിച്ച ആളെ എന്താ നമ്മൾ വിളിക്ക? ശാപം. അല്ലാതെ കണ്ണീര് സീരിയലില്ലേ റീട്ടയക്ക, അത് തുടങ്ങാൻ സമയമായി മാഷെ. എന്റെ ദൈവമേ, ഇന്നെങ്കിലും ദീപ്തിക്ക് ഒരു കുട്ടി ഉണ്ടായി കണ്ടാൽ മതി. എവിടെ വെച്ച് കണ്ടു? കുന്നംകുളത്ത് നന്മയുടെ നേതൃത്വത്തിൽ ലോക നാടക ദിനാചരണം സംഘടിപ്പിച്ചു.
കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണം നർത്തകിയും സിനിമാ താരവും തൃശൂർ കേരളവർമ്മ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ കൃപ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം മധുരക്കുളം റോഡിലുള്ള നന്മ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ നന്മ ജില്ലാ പ്രസിഡന്റ് മനോമോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ടി.വി. ബാലകൃഷ്ണൻ ലോക നാടകദിന സന്ദേശം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ ശശിധരൻ കാളിയത്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മുതിർന്ന നാടക പ്രവർത്തകരെ ആദരിക്കുന്നതിനും ചടങ്ങ് വേദിയായി. നാടക പ്രവർത്തകരായ വിജയൻ പള്ളിക്കര, വാസൻ പുത്തൂർ, C.K. രവി എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് P. കൃഷ്ണനുണ്ണി നാടക പ്രവർത്തകരെ സദസ്സിന് പരിചയപ്പെടുത്തി. പരിപാടിയിൽ ഡോക്ടർ കൃപ പ്രദീപിനെ ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് C. രമാദേവി നാടകദിന അഭിവാദ്യം അർപ്പിച്ചു. നന്മ വൈസ് പ്രസിഡന്റ് A.D. രഞ്ജിത്ത്, സാംസ്കാരിക ജില്ലാ ട്രഷറർ പ്രസന്ന ഉണ്ണി, E.D. ഡേവിസ്, T.A. വേലായുധൻ, പ്രസന്ന ബാലൻ, P.S. ചന്ദ്രമതി തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങൾ തങ്ങളുടെ നാടകാനുഭവങ്ങൾ പങ്കുവച്ചു. നാടക ഗാനാലാപനങ്ങൾ, മനോധർമ്മ നാടക ആവിഷ്കാരങ്ങൾ എന്നിവയുമുണ്ടായി. അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ഏപ്രിൽ 8 വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ നടക്കുക. കേരളത്തിൽ തന്നെ ഉത്സവ ചടങ്ങുകൾക്ക് സ്ത്രീകൾ നേതൃത്വം നൽകുന്നതും പിടിയാനയെ എഴുന്നള്ളിക്കുകയും ചെയ്യുന്ന അപൂർവ ക്ഷേത്രമാണ് അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രം. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം കമ്മീഷണർ ഉദയകുമാർ നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് റനീഷ് രാഗേഷ് അധ്യക്ഷനായി. അരിയന്നൂർ ഭഗവതിയെക്കുറിച്ചുള്ള സ്തോത്രമാല കീർത്തനം പ്രസിദ്ധീകരിച്ച രമ രാജഗോപാലിനെ അക്ഷരശ്ലോക കലയുടെ ആചാര്യനും കവിയുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ ആദരിച്ചു. ദേവസ്വം ജൂനിയർ ഓഫീസർ അഖിൽ നന്ദകുമാർ, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ P. വിശാഖ്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി C. നാരായണൻ, വൈസ് പ്രസിഡന്റ് P. വിനായക, ഉത്സവാഘോഷ കമ്മിറ്റി അംഗം ഉഷാക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചതു മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടും ആരംഭിച്ചിട്ടുണ്ട്. യുവതിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂർ പൊന്നരാശ്ശേരി വീട്ടിൽ സുരേഷ് മകൾ ശ്രീതുവിനെയാണ് വീട്ടുപറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയത്. 26 വയസ്സാണ്. കഴിഞ്ഞ 2 ദിവസമായി യുവതിയെ കാണാനില്ലായിരുന്നു. ഇതിനെ തുടർന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ബന്ധുവായ യുവാവുമായി യുവതിയുടെ ആദ്യ വിവാഹം നടന്നിരുന്നു. ഇതിൽ 7 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്. വിവാഹമോചനത്തിന് ശേഷം 11 മാസങ്ങൾക്ക് മുമ്പാണ് ഇരിങ്ങപ്പുറം സ്വദേശി സുജീഷുമായുള്ള വിവാഹം നടന്നത്. ഭർത്തൃ വീട്ടുകാരുടെ മാനസിക പീഡനമാണ് യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കാണിച്ച് യുവതിയുടെ പിതാവ് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കിണറ്റിൽ നിന്നും പുറത്തെടുത്ത മൃതദേഹം പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി. തുടർന്ന് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. ആദൂർ മഹാത്മാ LP സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏകപാത്ര നാടകം സംഘടിപ്പിച്ചു. ഏകപാത്ര നാടക ശില്പി ഗോപിനാഥ് പാലഞ്ചേരിയാണ് മരണമൊഴി എന്ന നാടകം അവതരിപ്പിച്ചത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ P.T. ഗോപി, സ്കൂൾ മാനേജർ P.K. വിനയകുമാരൻ, PTA പ്രസിഡന്റ് വിന്യ ജയൻ, പ്രധാനാധ്യാപിക K.V. ഗീത, ജലീൽ ആദൂർ, K.P. ദീപ്തി, ഫൈസൽ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. നമ്മൾ ഒരു ചങ്ങാതിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനായിരിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? മല്ലം ചെയ്തതുപോലെ ആപത്തിൽ നമ്മളെ ഉപേക്ഷിച്ച് സ്വന്തം രക്ഷ തേടി പൊയ്ക്കളയും. കുന്നംകുളം ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന 25ാമത് ഉക്രുമാസ്റ്റർ ബാസ്കറ്റ്ബോൾ ഫൗണ്ടേഷൻ സമ്മർ ബാസ്കറ്റ്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 1 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 1 മുതൽ മെയ് 2 തീയതി വരെ കുന്നംകുളം YMCAയിലാണ് ക്യാമ്പ്. തൃശൂർ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും സഹകരണത്തോടെ നടത്തുന്ന ക്യാമ്പിൽ 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ള കുട്ടികൾ ഏപ്രിൽ 1 തീയതി ബുധനാഴ്ച രാവിലെ 6:30 TT പൈലുണ്ണി മെമ്മോറിയൽ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നടക്കുന്ന സെലക്ഷനിൽ രക്ഷിതാവിനോടൊപ്പം എത്തേണ്ടതാണ്. രാവിലെ 6:30 മുതൽ 8:30 വരെയായിരിക്കും കോച്ചിംഗ് ക്യാമ്പിന്റെ സമയം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് തൃശൂർ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 87 27 71, 94 47 86 82 62, 95 39 0 11 66 5 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ഭാരവാഹികളായ KV ആനന്ദൻ, JB ജേക്കബ്, മാത്യു ചെമ്മണ്ണൂർ, CV പോൾ, ഷെല്ലി ജോർജ് എന്നിവർ അറിയിച്ചു.
ചെമ്മന്തിട്ട ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. എട്ടാം വിളക്ക് ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ നട തുറന്ന ശേഷം പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ഉണ്ടായി. ഉച്ചയ്ക്ക് പ്രസാദഊട്ടും നടന്നു. വൈകിട്ട് 6-ന് ഭഗവാൻ ആനപ്പുറത്തേറി ആറാട്ടുകടവിലെത്തി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആറാട്ടുകുളത്തിലെ പൂജകൾക്ക് ശേഷം തന്ത്രി ഭഗവാന്റെ തിടമ്പുമായി 3 തവണ സ്നാനം നടത്തി. ക്ഷേത്രം മേൽശാന്തി എറിയാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികനായി. തുടർന്ന് ഭക്തജനങ്ങളും ഭഗവാനോടൊപ്പം കുളത്തിൽ മുങ്ങിക്കയറി. പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ശേഷം ശാന്തസ്വരൂപനായ ദേവന്റെ തിടമ്പ് വാദ്യാഘോഷങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും ഒരുക്കിയിരുന്നു. ക്ഷേത്രപ്രദക്ഷിണം നടത്തി ഭഗവാനെ ശ്രീകോവിലിലേക്ക് ആനയിച്ചതോടെ ഉത്സവത്തിന്റെ കൊടിയിറങ്ങി. 8 ദിവസങ്ങളിലായി നടന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ഊരായ്മ ദേവസ്വം മാനേജർ MS രാധാകൃഷ്ണൻ, ക്ഷേത്രക്ഷേമസമിതി പ്രസിഡന്റ് രാജൻ, സെക്രട്ടറി രാജേഷ്, ട്രഷറർ അനിൽ, ക്ഷേത്രത്തിന് പുറത്തു നടന്ന ആഘോഷങ്ങൾക്ക് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. പാചകവാതക പ്രതിസന്ധി മറികടന്ന് മന്ദലാംകുന്ന് ഡെൽമ ഹോട്ടൽ പരിഷ്കരിച്ച അടുപ്പിൽ വിറക് കത്തിച്ചാണ് ഗ്യാസ് പ്രശ്നം പരിഹാരം കണ്ടത്. ഗ്യാസ് ലഭ്യത കുറഞ്ഞതോടെ പ്രദേശത്തെ പല ഹോട്ടലുകളും തട്ടുകടകളും ആദ്യം എണ്ണപ്പലഹാരങ്ങൾ നിർത്തിയാണ് തുറന്ന് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പൊരിക്കടികൾ ഇല്ലാതായതോടെ ഹോട്ടലിലേക്ക് ആളുകളുടെ വരവും നിന്നതിനാൽ കട അടയ്ക്കുക അല്ലാതെ നിവൃത്തിയില്ലാതെയായി ഉടമകൾക്ക്. ഇതുമൂലം പല കടകൾക്കും നോമ്പുകാലങ്ങളിൽ നല്ലൊരു ശതമാനം ലാഭമാണ് കുറഞ്ഞത്. എന്നാൽ ഇതിനെ മറികടന്നുള്ള അടുപ്പിൽ പഴയകാല രീതിയിൽ വിറക് കത്തിച്ച് പൊരിക്കടികളും കറികളും നടക്കുകയായിരുന്നു ഹോട്ടൽ ഉടമകൾ. പൊറോട്ട ഉണ്ടാക്കുന്നതിനും ഇവർ പരിഷ്കരിച്ച പഴയ കാലങ്ങളിലെ രീതി ഉപയോഗിച്ചതിനാൽ ഗ്യാസ് കിട്ടാതെയുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചില്ല. ഗ്യാസിന് കൂടുതൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വിറകിന് വില കൂടുമോ എന്ന ആശങ്ക മാത്രമാണ് ഡെൽമ ഹോട്ടൽ ഉടമയ്ക്കുള്ളത്. കലയ്ക്ക് പ്രായമില്ലെന്ന് തെളിയിക്കുകയാണ് തൃശൂർ വിവേകോദയം സ്കൂളിലെ അധ്യാപികയായിരുന്ന 71-കാരിയായ PK വിജയലക്ഷ്മി. പതിറ്റാണ്ടുകൾ നീണ്ട അധ്യാപന ജീവിതത്തിന് ശേഷം വിശ്രമജീവിതം നയിക്കേണ്ട പ്രായത്തിൽ കളിവിളക്കിന് മുന്നിൽ കഥകളി വേഷമണിഞ്ഞ് അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ് ഗുരുവായൂർ സ്വദേശിനിയായ ഇവർ. KV സുബൈർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പത്ത് 12 വർഷത്തെ കഠിന പ്രയത്നം വേണ്ടിവരുന്ന കഥകളി വെറും 10 മാസം കൊണ്ടാണ് ടീച്ചറും സംഘവും അഭ്യസിച്ചത്. തുടക്കത്തിൽ മറ്റുള്ളവർ കഥകളി പഠിക്കുന്നത് കണ്ട് അവരുടെ പുറകിൽ നിന്ന് ഒരു വ്യായാമം എന്ന നിലയിലായിരുന്നു ടീച്ചർ ചുവടുകൾ പരീക്ഷിച്ചിരുന്നത്. എന്നാൽ ടീച്ചറുടെ താൽപര്യം തിരിച്ചറിഞ്ഞ ശിഷ്യരും മകളും നൽകിയ പ്രോത്സാഹനമാണ് കഥകളി വേഷം കെട്ടണമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് ഇവർ പറയുന്നു. എന്റെ മോള് ഡാൻസറാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കഥകളി പഠിക്കണം എന്ന് കൃഷ്ണ എന്ന് പറഞ്ഞ കുട്ടിയാണ് ആദ്യം ആവശ്യപ്പെട്ട്. പിന്നെ അതിന്റെ കൂടെ മാനസ, അപ്പൊ സിന്ധു, ഇവരെയൊക്കെ മോഹിനിയാട്ടവും എല്ലാറ്റിലും ഉസ്താദുകളാ. അപ്പൊ ഞാൻ മാഷോട് പറഞ്ഞു, മാഷെ ഞാൻ പിന്നിലൊന്ന് എക്സർസൈസ് പോലെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ്. കഥകളി പഠിക്കണമെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചില്ല. ഞാൻ ഇതുവരെ സ്റ്റേജിലൊന്നും അങ്ങനെ വല്ല പാട്ടൊക്കെ പാടുന്നല്ലാണ്ട് ഇങ്ങനത്തെ കലകളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് പിന്നെ ഇവരൊക്കെ ഇൻസ്പയർ ചെയ്യുക, ടീച്ചർ കളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതായി പോണു. ഈശ്വരനെ സഹായിച്ചാൽ ഉഷാറാക്കാം. ശനിയാഴ്ച രാത്രി 8:30 മേൽപ്പുത്തൂർ ഓഡിറ്റോറിയമാണ് ഈ അപൂർവ അരങ്ങേറ്റത്തിന് വേദിയാകുന്നത്. വിജയലക്ഷ്മി ടീച്ചർക്കൊപ്പം അരങ്ങേറ്റം കുറിക്കുന്ന 5-അംഗ സംഘത്തിലെ അജയൻ തൃശൂരും കൃഷ്ണ രമേശും ടീച്ചറുടെ പഴയ വിദ്യാർത്ഥികളാണ് എന്ന പ്രത്യേകതയും ഈ അരങ്ങേറ്റത്തിനുണ്ട്. ശിഷ്യർക്കൊപ്പം ഒരേ വേദിയിൽ ഗുരുവും അരങ്ങിലെത്തുന്നു എന്നത് ഈ ചടങ്ങിന് മാറ്റുകൂട്ടുകയാണ്. ഗുരുവായൂരിലെ ബ്യൂട്ടി പാർലർ ഉടമയായ 53-കാരി സിന്ധു പ്രദീപ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലുള്ള MS മാനസ എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ.
മകൾ കൃഷ്ണപ്രിയയുടെ നൃത്ത അധ്യാപകനായിരുന്ന വെള്ളിനേഴി സ്വദേശി കലാമണ്ഡലം മോഹനാണ് അമ്മയുടെയും ഗുരു. സാധാരണഗതിയിൽ കൗമാരപ്രായത്തിൽ തുടങ്ങി ദിവസേന പരിശീലനം നടത്തേണ്ട കലയാണിത്. എന്നാൽ ആഴ്ചയിലോ മാസത്തിലോ 2 തവണ മാത്രമുള്ള പരിശീലനത്തിലൂടെ തന്റെ പരിമിതികളെയും പ്രായത്തെയും മറികടക്കാൻ ടീച്ചർക്ക് സാധിച്ചുവെന്ന് ഗുരു സാക്ഷ്യപ്പെടുത്തുന്നു. കഥകളി എന്ന് പറയുന്ന കല കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു കലയല്ല. അത് 10-12 വർഷം പഠിച്ചാൽ തന്നെ അത്രയും ബുദ്ധിമുട്ടുള്ളത്. അത് ഇവര് 8 മാസം 10 മാസം കൊണ്ട് അതിന്റെ കഴിവിന്റെ പരമാവധി ചെയ്ത് അത് നന്നായി ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാതെ വൃത്തിയായിട്ട് ചെയ്ത് കൊടുത്ത്. പിന്നെ അവരുടെ മോഹം തന്നെയാണ് കാരണം. പ്രായമൊന്നും അവർ നോക്കില്ല. പ്രായത്തിൽ വെച്ചാണെങ്കിൽ എങ്ങനെ ചെയ്യാം, ബുദ്ധിമുട്ടാണ്. 70 വയസ്സായാലും 65 ചെറുപ്പക്കാരല്ലാവരും. നമ്മൾ 18 വയസ്സിലും അല്ലെങ്കിൽ 13 വയസ്സിലൊക്കെ തുടങ്ങുന്നതാണ് കഥകളി പഠിക്കുക എന്ന് പറയുന്നത്. പരിമിതികളെയെല്ലാം മറികടക്കുന്ന തീക്ഷ്ണമായ ആഗ്രഹത്തിന്റെ കരുത്താണ് ഇവരെ അരങ്ങിലെത്തിക്കുന്നത്. കഥകളിയിലെ പുറപ്പാടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. മിനുക്കുവേഷത്തിൽ ടീച്ചർ രുക്മിണിയാകുമ്പോൾ ശിഷ്യരും മറ്റ് അംഗങ്ങളും കൃഷ്ണവേഷത്തിൽ ഒപ്പമുണ്ടാകും. 71 വയസ്സിലെ ഈ കഥകളി അരങ്ങേറ്റത്തിന് ശേഷം മകൾക്ക് പിന്നാലെ ഭരതനാട്യവും പഠിക്കണമെന്ന മോഹത്തിലാണ് പ്രായത്തെ തോൽപ്പിച്ച ഈ യുവ കലാകാരൻ. KCB കോൺട്രാക്ട് വർക്കേഴ്സ് CITUവിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പ്രവർത്തന കൺവെൻഷനും സേഫ്റ്റി ക്ലാസും സംഘടിപ്പിച്ചു. CV ശ്രീരാമൻ ലൈബ്രറി ഹാളിൽ നടന്ന പ്രവർത്തന സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി രംഗത്തിറങ്ങണമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CITU ഡിവിഷൻ കൺവെൻഷൻ തീരുമാനിച്ചു. കോൺട്രാക്ട് തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, ESI, ക്ഷേമനിധി എന്നിവ ഏർപ്പെടുത്തണമെന്നും ഇലക്ട്രിസിറ്റി ഓഫീസിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിടുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കുന്നംകുളം ഡിവിഷൻ പ്രസിഡന്റ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV സുകുമാരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്നംകുളം ഡിവിഷൻ സെക്രട്ടറി VA തോമസ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം വിനിൽ K ജോണി നന്ദിയും പറഞ്ഞു. കുന്നംകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ് സേഫ്റ്റി ക്ലാസ് എടുത്തു. വൈദ്യുതി ജോലിക്കിടയിൽ സംഭവിക്കാവുന്നതും സംഭവിച്ചതുമായ അപകടങ്ങളെപ്പറ്റി വിശദമായി വിവരിക്കുകയും എങ്ങനെ അതിജീവിക്കാമെന്ന് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. തൊഴിയൂർ CMUP സ്കൂളിലെ UKG വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ സെറമണി സ്കൂൾ അങ്കണത്തിൽ നടന്നു. വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ ഗാനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ VS അഷ്താഖ്, PTA പ്രസിഡന്റ് TB രമേശ്, MPTA പ്രസിഡന്റ് ആശ ഷിബു എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിജി വില്യംസ് സ്വാഗതവും മഞ്ജു ടീച്ചർ നന്ദിയും പറഞ്ഞു. 2 വർഷക്കാലത്തെ വിദ്യാലയത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളെ പങ്കുവച്ചുകൊണ്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ഗൗണും ക്യാപ്പും അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റുകൾ നൽകി അനുമോദിച്ചു. അധ്യാപകരായ MK റീന, ALCG വിന്നി വിൻസെന്റ് എന്നിവർ കോൺവക്കേഷൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചിന്മയ മിഷന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഓൾ ഇന്ത്യ ചിന്മയ യുവകേന്ദ്രം നടത്തിയ അമൃതയാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. മഞ്ജുളാൽ പരിസരത്തെത്തിയ യാത്രയെ ചിന്മയ മിഷൻ പ്രസിഡന്റ് പ്രൊഫസർ N വിജയൻ മേനോൻ, സെക്രട്ടറി C സജിത് കുമാർ എന്നിവർ ചേർന്ന് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് ഗുരുദേവന്റെ മൂർത്തിരൂപം, പാദുകം എന്നിവ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പൂത്താലം, വാദ്യം, നാമജപം എന്നിവയുടെ അകമ്പടിയോടെ ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തി. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പാദുകത്തിൽ ഹാരാർപ്പണം നടത്തി. തുടർന്ന് നഗരസഭാ ലൈബ്രറി ഹാളിൽ ബ്രഹ്മചാരി സുധീർ ചൈതന്യ നേതൃത്വം നൽകിയ അഷ്ടോത്തര നാമാർച്ചന നടന്നു. ആധ്യാത്മിക സദസ്സ് മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ചിന്മയ മിഷൻ പ്രസിഡന്റ് പ്രൊഫസർ N വിജയൻ മേനോൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ചിന്മയ മിഷൻ ആചാര്യ സ്വാമിനി സംഹിതാനന്ദജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, നഗരസഭാ കൗൺസിലർമാരായ ബിന്ദു നാരായണൻ, M കൃഷ്ണപ്രിയ, ചിന്മയ മിഷൻ സെക്രട്ടറി C സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,265 രൂപ, പവന് 1,06,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ.
ചരമം ചിത്രകാരനും പുരോഗമന രാഷ്ട്രീയ പ്രവർത്തകനും കണ്ടാണശ്ശേരിയുടെ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യവുമായിരുന്ന ഉമ്മർ ഇംബാറക് നിര്യാതനായി 79 വയസ്സായിരുന്നു. ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ശനിയാഴ്ച തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറും. ഷംലയാണ് ഭാര്യ. നജിയ, നജ്ലന, നഹിദ, നജ്മത്ത് എന്നിവർ മക്കളാണ്. തിരുവത്ര പുത്തൻകടപ്പുറം ജീലാനി നഗറിൽ താമസിക്കുന്ന പരേതനായ എടക്കഴിയൂർക്കാരൻ മുട്ടിൽ മൊയ്തീന്റെ ഭാര്യയും ഹാജിയാർ മുഹമ്മദ് ഉണ്ണിയുടെ സഹോദരിയുമായ പാത്തുമാമ നിര്യാതയായി 92 വയസ്സായിരുന്നു. ഖബറടക്കം പുത്തൻകടപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. അബ്ദുൾ റഷീദ്, മുഹമ്മദ് ഹസൻ, മുഷ്തിരി ബീഗം എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ജാഥയ്ക്ക് കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണം. സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ ഒരുക്കങ്ങളാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 13 ദിവസങ്ങൾ മാത്രം. മുന്നണികളുടെ കൺവെൻഷനുകൾ സജീവം. പ്രചരണത്തിന് സംസ്ഥാന ദേശീയ നേതാക്കൾ എത്തുന്നു. വ്യാജ രശീതി തയ്യാറാക്കി നികുതി തട്ടിപ്പ് നടത്തിയ ജനസേവന കേന്ദ്രം ഉടമയ്ക്കെതിരെ കേസെടുത്ത് കുന്നംകുളം പോലീസ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ കേച്ചേരിയിലെ സ്മാർട്ട് ക്യൂ ജനസേവന കേന്ദ്രം ഉടമ ബിബിൻ സാവിക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.